നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ്, ഓപ്പറേഷൻസ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട്. എല്ലാ കേരള സർക്കാർ ആയാലും അല്ലാതെ കേന്ദ്ര സർക്കാർ ആയാലും ഒരുപാട് ഓപ്പറേഷൻസ് വെക്കാറുണ്ട്, പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഒരു നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. വിത്ത് എല്ലാ സിലബസും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും. വിത്ത് ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, SCRT NCERT ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്നവർ എന്ത് ചെയ്യുക, കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഓപ്പറേഷൻസ് നോക്കാം. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് എക്സാം വരുന്നുണ്ട്, മാത്രമല്ല 10th മെയിൻസ് വരുന്നുണ്ട്, ASM പോലുള്ള എക്സാംസ് വരുന്നുണ്ട്. അപ്പം എല്ലാ എക്സാംസിനും കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാം പഠിക്കുന്നു. അപ്പം ഡിഗ്രി പ്രിലിമിനറി എക്സാമിനുള്ളവർ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി എടുത്താൽ മതി. പേര് ഓർത്ത് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും കിട്ടും. അപ്പം എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മലയാളത്തിലേക്ക് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഓപ്പറേഷൻ ആണെങ്കിൽ അമൃതം എന്നാണ് ഇപ്പൊ കണ്ടത്. ഈ ഓപ്പറേഷൻ അമൃതമാണ്. അപ്പൊ അത് ഇംഗ്ലീഷിലായാലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് ഇപ്പൊ നോക്കുന്നത്. അപ്പൊ ഇനി എക്സാം വരെയും എല്ലാ എക്സാം വരെയും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. കൂടുതൽ ASMന് 20 മാർക്സോളം കൂടെ എന്താ കറണ്ട് അഫയേഴ്സ് വരുന്നത് നമുക്കറിയാം. എല്ലാ എക്സാമിനും കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് കൂടുതലായി നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് കഴിയും. ഏത് സംസ്ഥാന സർക്കാരാണ് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? കേരളമാണ് കേട്ടോ. ഏത് സംസ്ഥാന സർക്കാരാണ് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ കേരളമാണ്. അപ്പം ഓപ്പറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, എന്ത് കാര്യമായിക്കട്ടെ, ആർമി ആയാലും അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ജില്ലയ്ക്കുള്ളിലൊക്കെ ഉള്ള ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ ഈ ലഹരി വിരുദ്ധം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ MVD ഒക്കെ ഓരോ ഓപ്പറേഷൻ വെച്ചിട്ട് ഓരോന്നും ചെയ്യുന്നു, അതാണ്. ഓക്കെ, അത് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കാണുന്നത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത് ഏത് സംസ്ഥാന സർക്കാരാണ് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ കേരളമാണ് കേട്ടോ. അപ്പൊ അമൃതിന്റെ ഒരു ഫുൾ ഫോം കൂടെ നമ്മൾ പഠിക്കണം. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്, അതാണ് അമൃത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞാൽ ഡിഗ്രി പ്രിലിമിനറി എക്സാം ഉള്ളവർക്ക് ഇംഗ്ലീഷിലായിരിക്കും. അല്ലാത്തവർ അമൃത് എന്ന് നോക്കി വയ്ക്കുക. അല്ലാത്തവർ അമൃത് എന്ന് എഴുതുക. അതിന്റെ ഫുൾ ഫോം ആണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഓക്കെ, അടുത്തത് നോക്കാം. ഓപ്പറേഷൻ സർവശക്തി ആരംഭിച്ചത് ആരാണ്? ഇന്ത്യൻ ആർമിയാണ് കേട്ടോ. എവിടെയാണ് ലോഞ്ച് ചെയ്തത് വെച്ചാൽ പീർപഞ്ചൽ, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. സർവശക്തി ആരംഭിച്ചത് എവിടെയാണ്? ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ആർമിയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ പീർപഞ്ചൽ, ജമ്മു കാശ്മീരിലാണ്. അടുത്ത, എവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ അജയ് ആരംഭിച്ചത്? ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടുന്ന് ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ഓപ്പറേഷൻ പേര് കൊടുക്കാറുണ്ട്. പലയിടത്തുനിന്നും ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും, ഇപ്പൊ എന്തെങ്കിലും പ്രളയം അങ്ങനെ എന്തെങ്കിലും ചുഴലിക്കാറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ ആ ഒരു സ്ഥലം പുറത്തുള്ള രാജ്യങ്ങളാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ കൊണ്ടുവരും. അപ്പൊ അതിന് അങ്ങനെയുള്ള പേരുകൾ കൊടുക്കുന്നു, അതാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ എവിടെയാണ് ആരംഭിച്ചതാണ് അജയ് എന്ന് ചോദിച്ചത്. അജയ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ അജയ് ആരംഭിച്ചത്. ഓക്കെ, അടുത്തത്, എവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ കാവേരി ആരംഭിച്ചത് വെച്ചാൽ സുഡാൻ. അപ്പൊ ആഭ്യന്തര കലാപം യുദ്ധങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ ഒഴിപ്പിക്കേണ്ടി വരികയും, അപ്പൊ ഈ പേരുകൾ ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ഒത്തിരി പേരുകൾ വരും പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ എവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ്? അജയ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലാണ്. അജയ് ഇസ്രായേൽ. അടുത്ത്, എവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ കാവേരി ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ കാവേരി സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാവേരി. അടുത്തത്, ഏത് രാജ്യത്തിന് സഹായം നൽകുന്നതിനായാണ് ഇന്ത്യ ഓപ്പറേഷൻ ദോസ്ത് ആരംഭിച്ചത്? തുർക്കി, സിറിയ. അപ്പൊ അവിടെ എന്തുണ്ടായി? എർത്തിക്കൊക്കെ ഒരു ഭൂകമ്പം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യുക, നമ്മളത് സഹായിക്കാൻ വേണ്ടിയിട്ട് ദോസ്ത് എന്ന് പറഞ്ഞാല്
ഫ്രണ്ട്സ് എന്നാണല്ലോ. അപ്പൊ അങ്ങനെ ഓർത്തു വയ്ക്കുക. അപ്പം അടുത്തുള്ളവരാണ് തുർക്കി, സിറിയ. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഓപ്പറേഷനാണ് എന്ത്? ഓപ്പറേഷൻ ദോസ്ത്. എവിടെയാണ്? തുർക്കി, സിറിയ. അപ്പൊ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്, എർത്തിക്കൊക്കെ അവിടെ ഭൂകമ്പം ഉണ്ടായി. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ ദോസ്ത്. ഓക്കെയാണ്. അടുത്ത്, ഏത് രാജ്യത്തു നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഇന്ത്യൻ സർക്കാർ ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ചത്? ഉക്രൈൻ എന്നാണ് കേട്ടോ. ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഓപ്പറേഷൻ ഗംഗ. ഓക്കെ, നമ്മൾ കുറച്ച് 4 പഠിച്ചു കഴിഞ്ഞു. ഒന്ന് അജയ്, എവിടെ നിന്നാണ്? ഇസ്രായേലിൽ നിന്ന്. കാവേരി എവിടെ നിന്നാണ്? സുഡാനിലാണ്. പിന്നെ ആരെ സഹായിക്കുന്നതിനായിട്ടാണ് ഓപ്പറേഷൻ ദോസ്ത് ആരംഭിച്ചതെന്ന് ചോദിച്ചാല് തുർക്കി, സിറിയ. ഓക്കെ, അവിടെ എന്തുണ്ടായി? ഭൂകമ്പം ഉണ്ടായി. സോ അടുത്ത് എന്താണ്? ഓപ്പറേഷൻ ഗംഗ. ഗംഗ ആരംഭിച്ചത് എവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത, സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ ആരംഭിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ് കേട്ടോ. അപ്പൊ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്, നമുക്കറിയാം. അപ്പൊ അതിന്റെ എലിമിനേഷന് വേണ്ടിയിട്ട് മിഷൻ ആരംഭിച്ചത് നരേന്ദ്രമോദിയാണ്. സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ നമ്മൾ രൂപീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? 2047 കൂടി എന്ത് ചെയ്യാതെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ നമ്മൾ ആരംഭിച്ചത്. ആരാണ്? നരേന്ദ്രമോദിയാണ് ആരംഭിച്ചത്. അപ്പം സിക്കിൾ സെൽ അനീമിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് കൂടുതൽ പഠിക്കില്ല, അത് ബയോളജിയിൽ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. അടുത്ത്, വന്ദേ ഭാരത് മിഷൻ ആരംഭിച്ച മന്ത്രാലയം ഏതെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് കേട്ടോ. സിവിൽ ഏവിയേഷൻ ആണ്. എന്താണെന്ന് വെച്ചാല് കൊറോണ കാരണം ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് വേണ്ടിയിട്ടാണ് വന്ദേ ഭാരത് മിഷൻ. അപ്പൊ വന്ദേ ഭാരത് എന്ന് നമുക്ക് ആദ്യം വന്ദേ ഭാരത് ട്രെയിൻ ആണ് ഓർമ്മ വരുന്നത്. അപ്പം ഇത് സിവിൽ ഏവിയേഷനുമായി, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ടാണ്. കാരണം എന്താണ്? കൊറോണ കാരണം ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക? തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ കൊണ്ടുവന്ന ഒരു മിഷനാണ് വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണ്. അടുത്ത്, മയക്കുമരുന്ന് കള്ളക്കടത്തിനെതിരെ ഓപ്പറേഷൻ നാർക്കോസ് ആരംഭിച്ചത് RPF ആണ്. RPF എന്ന് പറഞ്ഞാൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് RPF എന്ന് പറയുന്നത്. അപ്പൊ മയക്കുമരുന്ന് കള്ളക്കടത്തിനെതിരെ ഓപ്പറേഷൻ നാർക്കോസ്. നാർക്കോസ് എന്ന് അറിയാലോ, നാർക്കോസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതെന്താണ്? ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട, മയക്കുമരുന്നും കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ നാർക്കോസ് എന്ന് പറയുന്നത്. ആരാണ് ആരംഭിച്ചത്? RPF ആണ്. RPF എന്ന് വെച്ചാൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അപ്പൊ ട്രെയിനിൽ കൂടിയാണ് നമ്മളിത് മയക്കുമരുന്ന് കടത്തുന്നതിന് എതിരായിട്ടാണ് അവര് അത് രൂപീകരിച്ചിരിക്കുന്നത്. പിന്നെ ഓപ്പറേഷൻ ആർട്ട് എന്ന് പറഞ്ഞാൽ ആഹട്ട് എന്നാണ് കേട്ടോ, ഹിന്ദിയിൽ പറയുമ്പോൾ ആഹട്ട് എന്ന് പറയും. അതും ആര് തന്നെയാണ്? RPF തന്നെയാണ്. മനുഷ്യക്കടത്തിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. ഓക്കെ, അപ്പൊ RPFന്റെ 2 എണ്ണമാണ് നമ്മൾ നോക്കിയത്. ഒന്ന് എന്താണ്? മയക്കുമരുന്നിന്റെ കള്ളക്കടത്ത്. RPF നമ്മൾ ട്രെയിനിൽ കൂടെയാണ് ഇത് കടത്തുന്നത്. സോ അതുകൊണ്ടാണ് RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നെന്താണ്? ഓപ്പറേഷൻ നാർക്കോസ് ആണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട്? മയക്കുമരുന്നിനെതിരായിട്ട് വേണ്ടിയിട്ട്, കള്ളക്കടത്തിനെതിരായിട്ട് വേണ്ടിയിട്ടാണ്. പിന്നെ മനുഷ്യക്കടത്താണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മനുഷ്യക്കടത്തിന് എതിരായിട്ടാണ് ഓപ്പറേഷൻ ആർട്ട് ആരംഭിച്ചത്. ആരാണ്? RPF തന്നെയാണ് രണ്ടും. അടുത്ത്, ഏത് രാജ്യത്തു നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനാണ് ഓപ്പറേഷൻ ദേവി ശക്തി ആരംഭിച്ചത് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കണം, ഒരുപാട് രാജ്യത്ത് നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഓപ്പറേഷൻസ് നടത്തുന്നത്. അപ്പോ എന്താണ്? അഫ്ഗാനിസ്ഥാൻ എന്ന ഇതാണ് ഓപ്പറേഷൻ ദേവി ശക്തിയാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻ ദേവി ശക്തിയാണ്. ഓപ്പറേഷൻ സത്രക് വീണ്ടും RPF തന്നെയാണ്. റെയിൽവേ വഴിയുള്ള അനധികൃത മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, സ്വർണം എന്നിവയുടെ കള്ളക്കടത്ത്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? നാർക്കോസ്, മയക്കുമരുന്നിൻ്റെത് പഠിച്ചു. പിന്നെന്താണ്? മനുഷ്യക്കടത്ത്, അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും മനുഷ്യക്കടത്ത്. ഇപ്പൊ എന്താണ് പഠിക്കുന്നത്? മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, സ്വർണം ഇവയുടെ അനധികൃതമായിട്ടുള്ള ട്രെയിൻ വഴിയുള്ള കടത്തലുകൾക്കാണ് ഓപ്പറേഷൻ സത്രക്. ഓക്കെ, അപ്പൊ ഇത് 3 RPF ആണ്. അടുത്ത്, മിഷൻ അമർനാഥ് ആരാണ്? അതും ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? യാത്രക്കാരുടെ കാണാതായ ലഗേജസ് കണ്ടെത്തുന്നതിനായിട്ടാണ് മിഷൻ അമാനത്ത്. അമാനത്ത് എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ നമ്മുടെ ഒരു സ്വത്ത്, അതുകൊണ്ടാണ് അതിനങ്ങനെ പേരിട്ടിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ആണ് മിഷൻ അമാനത്ത്. കാണാതെ പോയ ലഗേജസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത് നോക്കുക, ഓപ്പറേഷൻ കരുണ. കരുണ ആരംഭിച്ചത് ഏത് രാജ്യത്തെ സഹായിക്കാനാണ്? മ്യാൻമർ. അവിടെ ഒരു കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് ഉണ്ടായി, മോച്ച. അപ്പൊ അത് വേണ്ടിയിട്ട് എന്താണ് സഹായിക്കാൻ വേണ്ടി ഇന്ത്യ കരുണ, ഓപ്പറേഷൻ കരുണ. ഏതാണ്? രാജ്യങ്ങൾ മാറിപ്പോകുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. രാജ്യങ്ങൾ മാറിപ്പോയത് മ്യാൻമർ ആണ് കേട്ടോ. അപ്പൊ ഏത് രാജ്യത്തെ സഹായിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ കരുണ ആരംഭിച്ചത്? മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടായി. അപ്പൊ ചുഴലിക്കാറ്റിൽ നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് അതുകൂടെ ഒന്ന് കാണാം കേട്ടോ.
ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ്, എൻഫോഴ്സ്മെന്റ്, RTO എന്നിവർ ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡെസിബൽ. ഓക്കെ, ഡെസിബൽ എന്ന് പറയുമ്പോൾ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ എന്താണ്, ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരെണ്ണമാണ് ഡെസിബൽ. ഡെസിബലും സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരൊക്കെയാണ്? മോട്ടോർ വാഹന വകുപ്പും എൻഫോഴ്സ്മെന്റ്, RTO ഇത്രയും പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻ ഡെസിബലിൽ നടത്തുന്നത്. അടുത്തത്, തീവ്ര വെളിച്ചവുമായി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ മോട്ടോർ വകുപ്പ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഫോക്കസ്. ബ്രൈറ്റ് ആക്കിയിട്ട് നമ്മൾ വരത്തില്ലേ വണ്ടിയില്, അപ്പൊ അത് പിടികൂടാൻ വേണ്ടിയിട്ട് MVD ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെസിബലും ഓപ്പറേഷൻ ഫോക്കസും. അടുത്ത 2023 ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാനായി കൊളംബിയൻ സൈന്യം ആവിഷ്കരിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. അപ്പൊ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അവരിങ്ങനെ 2023 ആമസോൺ വനത്തിൽ കുറച്ച് കുട്ടികൾ അകപ്പെടുകയും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഓക്കെ, ഓപ്പറേഷൻ ഹോപ്പ്. അപ്പൊ മയക്കുമരുന്ന് കടത്ത്, മണൽ കടത്ത്, കള്ളക്കടത്ത്, സംഘം ചേർന്ന ആക്രമണങ്ങൾ എന്നിവ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ. പോലീസ് കാവൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാം. കേരള പോലീസാണ് കേട്ടോ. മയക്കുമരുന്ന് കടത്ത്, മണൽ കടത്ത്, കള്ളക്കടത്ത്, പിന്നെ ആക്രമണം, സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ. അപ്പൊ ഇവർ തടയുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്പറേഷൻ കാവലാണ് കേട്ടോ. അടുത്ത്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം തടയുന്നതിനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ T-HUNT. ഓക്കെ, എന്താണ്? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം തടയുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ T-HUNT എന്ന് പറയുന്നത്. അടുത്തത്, ഓപ്പറേഷൻ നന്നേ ഫരിഷ്തെ. നന്നേ ഫരിഷ്തെ ആരംഭിച്ചത് RPF ആണ് കേട്ടോ. RPF എന്ന് പറയുമ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് കേട്ടോ. അടുത്ത, എവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ആരംഭിച്ചത് വെച്ചാൽ ഹെയ്റ്റിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത്. അപ്പൊ ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഒത്തിരി ഓപ്പറേഷൻസ് ആയിപ്പോയി മാറിപ്പോയത് കേട്ടോ. അപ്പൊ നന്നേ ഫരിഷ്തെ ആരംഭിച്ചത് RPF ആണ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി ആരംഭിച്ചതും ആര് തന്നെയാണ്? ഹെയ്റ്റി ആണ് കേട്ടോ. ഹെയ്റ്റിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത്, ഓപ്പറേഷൻ കാമധേനു ആരംഭിച്ചത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. കാറ്റിൽ സ്മഗ്ലിങ്ങിന് വേണ്ടി ഉള്ളത് കൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാറ്റിൽ സ്മഗ്ലിംഗ് തടയാൻ. കാമധേനു എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാറ്റിലാണ്, അതിനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പേരാണ്. അപ്പൊ അത് ആരംഭിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ പോലീസാണ്. ജമ്മു ആൻഡ് കാശ്മീർ പോലീസാണ് കേട്ടോ. അടുത്ത, ഓപ്പറേഷൻ ബോർഡർ സോഡ്. ഇന്ത്യ ഏത് രാജ്യവുമായി സംയുക്തമായി നടപ്പിലാക്കുന്ന വെച്ചാൽ USA-യുമായിട്ടാണ് ബോർഡർ സോഡ്. ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ്? USA-യുമായിട്ടാണ്. സോഡ് USA എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഇനി നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് ഇനി എക്സാമിന് മുന്നേ ഒന്നുകൂടി ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തിടുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, കുറച്ചല്ലേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ ഓപ്പറേഷൻസ്. എങ്ങാനും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സും ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായി നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എഴുതി വെക്കുകയോ ചെയ്യുക. അപ്പൊ എല്ലാം സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ ഒരുപാട് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് പറയുന്നുണ്ട്. സോ അപ്പം സ്ക്രീൻഷോട്ട് ഒത്തിരി ആയിരിക്കും. വെറുതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനല്ല പറയുന്നത്, പഠിക്കണം. അപ്പം ഇനി വരുന്ന എക്സാം നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെയുള്ള മെയ് തൊട്ട് നമ്മുടെ എക്സാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, എല്ലാ ടോപ്പിക് വൈസും പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, പത്രം വായിക്കുക. പിന്നെ നമ്മുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് തറവായിട്ട് പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒരു 20 ആണെങ്കിൽ ഒരു 18, 19 നമുക്ക് മേടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ കോഴ്സും ഇപ്പൊ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ആയാലും അല്ലാതെ ടോപ്പിക് വൈസ് എക്സാംസ് ആയാലും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്താണ് തരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ സ്ക്രീൻ കാർഡ് കാണാം. നിങ്ങൾക്ക് സെക്കൻഡറി റിസൾട്ട് ആണോ, മിഷൻ കാക്കി മിഷൻ കാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓഫേഴ്സിൻ്റെതും അതിലുണ്ടാവും. അല്ലെങ്കിൽ സെപ്പറേറ്റും കിട്ടും. AISM ഉണ്ട്, മാത്രമല്ല ബാക്കി ഗ്രൂപ്പ് D, RRB ഗ്രൂപ്പ് D ഉണ്ട്. എല്ലാ കോഴ്സും അവൈലബിൾ ആണ്. അപ്പൊ വേഗം ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. താങ്ക് യു.